Hello. Good morning. Magic morning to all. Magic morning. Magic morning. Magic morning. Morning. കേൾക്കാമല്ലേ എല്ലാവർക്കും? ഓക്കെ, കേൾക്കാം താങ്ക് യു. കേൾക്കാം. ഓക്കെ, സോ നമുക്ക് സെഷനിലേക്ക് പോയാലോ? സോ നമുക്കിന്ന് സെക്ഷൻ എടുക്കുന്നത് നമ്മുടെ ഗീത മാമാണ്. ഓക്കെ, അപ്പോൾ ഗീത മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഇംപ്രൂവ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗീത മാം ജോയിൻ ആയിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ജസ്റ്റ് 2 minutes ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ മാം. ജോയിൻ ആയിട്ടില്ല കറന്റ്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. എന്താ സക്സ്? സക്സർ എന്താ പറയാ കേട്ടില്ല കേട്ടോ. വിളിച്ചു നോക്കിയാ മതി. വിളിക്കുന്നുണ്ട്. സാറേ പ്രോഗ്രാമിന് ബുക്ക് ചെയ്തില്ല. മുസ്തഫ പൊന്നാണി. ഇല്ലില്ല, ദിവസം ഏതെന്ന് അറിയില്ലല്ലോ. 3 ദിവസം കടന്റെ ഒരു വിഷയം കൂടി ഉണ്ട്. 2 ദിവസമല്ലേ? ശനി പിന്നെ ശനി ഞായറും. ഓക്കെ, അപ്പൊ ഓക്കെ. ശനി ഞായർ 3 ദിവസമല്ലേ പറഞ്ഞു? അതല്ല, ശനിയാഴ്ച വൈകുന്നേരം മുക്കത്തേക്ക് എത്തി, ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് പോരാ. ഓക്കെ, നല്ല ടൈം. എന്നാല് അതില് ആഡ് ചെയ്യും. നിങ്ങളെ നമ്പർ എനിക്ക് അറിയാം, ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടാ. ഓക്കെ. നമ്പർ അറിയില്ല. ഇല്ലില്ല, എന്നാ നോട്ട് ചെയ്തോ? 97 97 47 76 59 34 5934. ഓക്കെ, ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. എയ്മി ഇവിടെ. ആരെയാ വിളിച്ച്? എന്താ നിങ്ങളത്? ഞാന് സാറിനോട് പറഞ്ഞിരുന്നല്ലോ, ഒറ്റയ്ക്ക് എന്നെ അങ്ങനെ വിടില്ലാന്ന്. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് എനിക്ക് ആഗ്രഹമുണ്ട്. സാറേ അതെവിടെയാ? കുക്കം എന്ന് പറഞ്ഞ ഇവിടെ കോഴിക്കോടല്ലേ? കോഴിക്കോട്ട് നിന്ന് കുറച്ചുകൂടി പോരണം. കോഴിക്കോട് നേരെ കോഴിക്കോട്ടേക്ക് വന്നാൽ മതി. നിങ്ങള് കോഴിക്കോട്ട് നിന്ന് വണ്ടിട്ടു നേരിട്ട് ബസ് ഉണ്ട്. ഓ ശരി. നിങ്ങൾക്ക് ഏറ്റവും സുഖം അതായിരിക്കും. കോഴിക്കോട് വന്നിട്ട് അവിടുന്ന് ബസ് പോരൊക്കെ.
ഞാൻ അഥവാ വരണമെങ്കിലും തലേന്നേ വരണമല്ലോ സാറേ അല്ലേ, അങ്ങനെയല്ലേ പറ്റുള്ളൂ. അത് വേണ്ടിയില്ല, ഇനി ആളുണ്ടല്ലോ അവിടെ കോഴിക്കോട്, നമുക്ക് ആളില്ലേ? ആ ഉണ്ട്. ഉള്ള ആളങ്ങ് പോയി, ഗൾഫിൽ പോയി. നമ്മുടെ വിൻസിമാമായിരുന്നല്ലോ. വിളിച്ചാ മതി. അതെ, ബഷീർ സാറിനെ വിളിച്ചോളൂ, അല്ലെങ്കിൽ സഹലിനെ വിളിച്ചോളൂ. ഇഷ്ടം പോലെ ആളുണ്ടല്ലോ നമുക്ക് കോഴിക്കോട്. ഓ ഞാൻ ചെയ്യാം സാർ. ഒക്കെ സൗകര്യം ചെയ്തു തരും കേട്ടോ. ബഷീർ സാറിനെ വിളിച്ചാൽ മതി, ഇനി അതല്ലെങ്കിൽ സഹലിനെ വിളിച്ചാൽ മതി, ഒക്കെ സൗകര്യം ചെയ്തു തരും. ഓ ഓക്കെ, ഞാൻ പറയാം സാറിനോട്, ഞാൻ പറഞ്ഞേക്കാം. റസാഖ് സർ, യെസ്, പറയാം. നമ്മൾ ട്രെയിനർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്ക് എന്തോ സൂമിന്റെ ഇഷ്യൂ ആണ്. സോ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ടോപ്പിക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? എന്തിന്റെ ഇഷ്യൂ? ഹലോ, ഓക്കെ, ജോയിൻ ആയിട്ടുണ്ട്. ഞാനായിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. റെഡി എല്ലാവരും ഉണ്ടോ? ആയിട്ടുണ്ട്, ജോയിൻ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് സല്യൂട്ട് എവരിവൺ. ഇത്രയും നവംബർ 1 ആണ് ഇന്ന്. രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് റെഡി ആയി ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. I also express my heartfelt gratitude to this platform for giving me such an opportunity. കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട് മാം. താങ്ക് യു. ശരിക്കും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1 വേ അല്ല 2 വേ ആയിരിക്കണം, വേണ്ടേ? നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് അല്ലെ. കേൾക്കാനുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് മാം. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് അല്ലെ. നമ്മുടെ തീരുമാനമാണ് നമ്മൾ ഹാപ്പി ആയിരിക്കണോ വേണ്ടേന്ന്. നമ്മളെ മറ്റൊരാളും നമ്മളെ ഹാപ്പി ആക്കില്ല. അപ്പൊ ഹാപ്പി ആറ്റിറ്റ്യൂഡ് ഉള്ളവര് എന്തിലും ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കും. എന്നാ മറ്റുള്ള ആളുകളോ എപ്പോഴും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് അവര് സമയം കളയും. അപ്പൊ ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ വളരെ ഷോർട്ടായിട്ടുള്ള ലൈഫിൽ വളരെ ഹാപ്പിയായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. കേൾക്കണ്ടല്ലോ? അതെ, ഞാൻ ഒരു ടീച്ചിങ് ഫീൽഡിലായിട്ട് 3 ദശകത്തിന്റെ അടുത്തായി, 3 decades ആയിട്ട് ഞാൻ ടീച്ചിങ്ങിലാണ്. അപ്പോൾ ടീച്ചിങ്ങിലൂടെ ഞാൻ ഈ സൈക്കോളജിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബലത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഹാപ്പിനെസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. അതിൽ കുറച്ച് കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഹാപ്പിനെസ് എങ്ങനെ നമുക്ക് കൊണ്ടുവരാന്നുള്ളത്. അതിൽ ഏറ്റവും വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കറിയാം, ഒരു ദിവസം എണീറ്റാൽ വി ഹാവ് ടു സേ ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ് അല്ലെ, ഈ ദിവസം തന്നതിന്, അതേപോലെ ഈ ശ്വാസം നമുക്ക് തന്നതിന്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ബാലൻസ് കിട്ടാനൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ സാധാരണയായ ഒരു മനുഷ്യന്റെ ജീവിതത്തില് നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം ദുഃഖിക്കുക, അതേപോലെ നമ്മൾ പരാതിപ്പെടുക, ദൈവത്തിനോട് പോലും എനിക്കതില്ലല്ലോ. പക്ഷെ നമ്മൾ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴാണ് നമ്മളുടെ മനസ്സിന് ഉയർച്ച, അതേപോലെ പോസിറ്റീവ് കാര്യങ്ങളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെയാണ്. അപ്പൊ ഓരോ ദിവസവും നാം എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, എഴുതുക, ഇത് ചെയ്യുന്ന ശീലം ഉള്ളവരാണ് എന്ന് വിചാരിക്കുന്നു. ആണോ? അതെ മാം, അതെ.
അപ്പൊ ഇനി അതല്ലെങ്കിൽ ഇന്നു മുതൽ കുറച്ച് സമയം എണീറ്റിരുന്ന് കണ്ണടച്ച് നമ്മൾ ദൈവത്തിന് ഈ ശ്വാസം തന്നതിന്, നമ്മളെ ഉണർത്തിയതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ. അതുപോലെ നമ്മൾ കിടക്കുന്നതിന്റെ മുന്നേ അതെ, ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങൾക്കെല്ലാം, വലിയതും ചെറിയതുമായ കാര്യങ്ങൾക്കെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാ. ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ ആണെങ്കിലും അത് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഹാപ്പിനെസ്സുമായിട്ട് നമുക്ക് വളരെയധികം കണക്ഷൻ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഹാപ്പിനെസ് ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ മലയാളീസിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്താലും നമ്മൾ താങ്ക്സ് പറയില്ല. നമ്മളത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അത് നമുക്ക് അവർ തരേണ്ടതാണ് അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ നമ്മളത് മാറ്റി പിടിക്കണം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് താങ്ക്ഫുൾനെസ് കാണിക്കുകയും പറയുകയും ചെയ്യും. അപ്പൊ ഇത് ചെറിയൊരു ടെക്നിക്കാണ്. ചെയ്യാത്തവർ ഇന്നു മുതൽ ചെയ്യുക, രാവിലെയും രാത്രിയും പ്രത്യേകിച്ച്. അതേപോലെ വേറൊന്നാണ് മൈൻഡ്ഫുൾനെസ്. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് നല്ലപോലെ അറിയാം. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് ഉണ്ടാവും. നമ്മൾ അധിക സമയവും നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ മങ്കി മൈൻഡാണ്. ഏത് സമയവും മനസ്സിങ്ങനെ ചാടി ചാടി പോവും. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യമായിരിക്കും. പക്ഷെ അത് പതുക്കെ പതുക്കെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയി ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ പാത്രം വേറെ ശ്രദ്ധ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊണ്ടുവരിക. അങ്ങനെ മൈൻഡ്ഫുൾനെസ്, ശരിക്കും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഇന്നർ മൈൻഡ്ഫുൾനെസ് ഉണ്ട്, ഔട്ടർ മൈൻഡ്ഫുൾനെസ് ഉണ്ട്. ആദ്യം നമുക്ക് ഔട്ടർ മൈൻഡ്ഫുൾനെസ് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികള്, അതൊക്കെ മൈൻഡ്ഫുൾ ആവുക, അതിനെക്കുറിച്ച് അവെയർ ആവുക. അപ്പൊ മൈൻഡ്ഫുള്ളായ ആളുകള് സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിരിക്കും. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ സംസാരിക്കുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്കാണ് ഹാപ്പിനെസ്സും പീസ് ഓഫ് മൈൻഡും കൊണ്ടുവരിക. നമ്മൾ വിചാരിക്കും മറ്റുള്ളവരോട് നല്ല മോശമായി പറയാം, അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോട് മോശമായി പെരുമാറി അതേ തരത്തിൽ നമ്മൾ പെരുമാറുക. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇന്നർ പീസ് നമുക്ക് നഷ്ടമാവാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വേർഡ്സ് ആർ പവർഫുൾ ദാൻ സോഡ്സ്. വാക്കുകൾക്ക് വാളിനേക്കാൾ ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവ് വാക്കുകളാവുക. ഇപ്പൊ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിലും നമ്മൾ എൻ്റെ ഒരു അനുഭവം പറയാച്ചാൽ, ഞാൻ കുട്ടികളോട് എപ്പോഴും ഒരു 2-3 മിനിറ്റ് എങ്ങനെ മനസ്സ്, കാരണം സ്കൂളുകളിലൊക്കെ നമുക്കറിയാം എങ്ങനെ A+ മേടിക്കണം, ഫുൾ മാർക്ക് വാങ്ങിക്കണം, അങ്ങനതും അത് മാത്രമേ ഉള്ളൂ. അല്ല, മനസ്സ്, കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല. കുട്ടികൾ ഹാപ്പിയാണോ, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവല് ഉയർത്താൻ ശ്രമിക്കാറുണ്ടോ ടീച്ചേഴ്സ്? അപ്പൊ ഒരിക്കല് ഒരു കുട്ടി എന്നെ, ഞാൻ ഹൈസ്കൂളിലായിരുന്നു ആദ്യം, പിന്നെ ഇപ്പൊ ഹയർ സെക്കൻഡറി ആണ് വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പൊ അവൻ പറഞ്ഞു, ടീച്ചർ ഞാൻ MBBS കഴിഞ്ഞു, ടീച്ചറുടെ വാക്കുകളാണ് എന്നെ ഞാൻ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ് വരണത്. അപ്പൊ ടീച്ചറുടെ വാക്കുകൾ എന്നെ വളരെയധികം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയും, എന്നിൽ ശക്തിയുണ്ട് എന്നൊക്കെ ടീച്ചർ ഇങ്ങനെ എല്ലാവരോടും പറയുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ അത് കാരണം എനിക്ക് വളരെയധികം ടീച്ചറെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നു. ഇത് എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് കേട്ടോ. അപ്പോ അതിനുശേഷം ആ കുട്ടി, അവനെ പഠിപ്പിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൻ തപ്പിപ്പിടിച്ച് നമ്പറൊക്കെ മേടിച്ച് എന്നെ വിളിച്ചിരുന്നു. പിന്നീട് അവൻ PG ചെയ്തു. അപ്പൊ എക്സാം സമയത്തൊക്കെ വിളിക്കും. ഇപ്പൊ അവൻ ഡോക്ടർ മുഹമ്മദ് ഷഫീഖ് എന്നാണ് അവന്റെ പേര്. അവൻ കോട്ടയ്ക്കൽ അസ്മ ഹോസ്പിറ്റലില് സർജനാണ്, പീഡിയാട്രിക് സർജനായി വർക്ക് ചെയ്യാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ചെറിയ ചെറിയ വാക്കുകളും സപ്പോർട്ടും ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും.
നമ്മൾ എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എപ്പോഴും പോസിറ്റീവ് ആവാൻ ശ്രദ്ധിക്കാം. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ? ഉണ്ട് മാം. ആ കേൾക്കാട്ടോ. പിന്നെ അടുത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനില് ഗ്രേ മാറ്റേഴ്സ്, ഈ ഗ്രേ മാറ്റർ ആണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, ഇതിനൊക്കെയുള്ള ബ്രെയിനിലെ സെന്റർ ആണ് ഗ്രേ മാറ്റേഴ്സ്. ഈ ഗ്രേ മാറ്റേഴ്സിന്റെ ഡെൻസിറ്റി വളരെയധികം ഇൻക്രീസ് ചെയ്യും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അത് നമ്മുടെ ഹാപ്പിനെസ്സിന് കാരണമാവും. അതേപോലെ നമ്മുടെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് വളരെയധികം ചുരുങ്ങി വരും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ? ഹലോ? അതെ. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ചേഞ്ച്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. നമ്മൾ മൈൻഡ്ഫുൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഇന്നർ മൈൻഡ്ഫുൾനെസ്, ഔട്ടർ മൈൻഡ്ഫുൾനെസ്സും ഉണ്ട്, ഇന്നർ മൈൻഡ്ഫുൾനെസ്. ഇന്നർ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ജസ്റ്റ് നമ്മുടെ ബ്രീത്തിങ്, നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത് പുറത്തേക്ക് എടുക്കുന്നത്, എത്ര സ്ട്രെസ്ഡ് സിറ്റുവേഷൻ ആണെങ്കിലും ശാന്തമായി ഇരുന്ന് നമ്മുടെ ആ ബ്രീത്തിങ് ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ തന്നെ പതുക്കെ നമ്മുടെ ബ്രെയിൻ കാമാവാൻ തോന്നും, നമ്മുടെ മനസ്സ് കാമാവാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനത്തെ ടെക്നിക്കൊക്കെ നമ്മൾ ചെയ്യാ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുത്ത ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഡോപ്പമൈൻ ലെവൽ വളരെയധികം കൂടും. ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഹോർമോൺ ആണ്, അറിയാലോ നിങ്ങൾക്ക്. നമുക്ക് ഒരു കെമിക്കലാണത്, അത് ബ്രെയിൻ റിലീസ് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതേപോലെ വേറൊരു കാര്യമാണ് നമ്മൾ സ്റ്റേ കണക്റ്റഡ് വിത്ത് അവർ ഡിയർ വൺസ് ആൻഡ് റിലേറ്റീവ്സ്, അല്ലെ? നമ്മുടെ അടുത്ത ആളുകളോടൊക്കെ കണക്ഷൻ ഉണ്ടാവുക. അവര് ജസ്റ്റ് നമ്മളുടെ അടുത്ത ആളുകൾ നമ്മളെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിന്ന് തൊടുക, അപ്പോഴൊക്കെ ഒരുപാട് ഹോർമോൺ, ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവും. അത് നമുക്ക് നല്ല ഹാപ്പിനെസ് തരും. കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് മാം. എനിക്കെന്തോ ക്ലാസ് റൂമിലൊക്കെ ഈ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആവുമ്പോൾ നിങ്ങളെ കാണാത്തുമ്പോൾ നിങ്ങൾ കേൾക്കണില്ല എന്നൊരു സംശയമുണ്ട്. ഹലോ? ഓക്കെ ഓക്കെ. പിന്നെ വേറെ ഒരു പ്രധാന കാര്യം ആണ് നമ്മുടെ ഓരോ ജീവിതം സെറ്റിംഗ് ഗോൾസ്. ഒരു ദിവസം എണീറ്റാല് എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമ്മുടെ മനസ്സിൽ കൃത്യമായ ഒരു പ്ലാനിങ് വേണം. അതല്ലാതെ നമ്മൾ ഉഴപ്പി ലാഗ് ചെയ്ത് സമയം കളഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ അത് എപ്പോഴും അത് അൺഹാപ്പിനെസ്, നമുക്ക് പിന്നീട് എപ്പോഴും ഒരു ദുഃഖത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ടെത്തിക്കുക. അപ്പൊ ഓരോ ദിവസവും ചെയ്യേണ്ട ടാർഗറ്റുകൾ, അതേപോലെ ഒരാഴ്ച ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ എന്ത് നേടി, ആ നേടി എന്നുള്ളതല്ല കേട്ടോ, നേടുന്നതിലല്ല, ആ നേടുന്നതിലേക്കുള്ള യാത്ര. ഒരു കാര്യം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ അത് എടുക്കുന്നതിലാണ് പ്രധാനം. അതാണ് നമുക്ക് സന്തോഷം തരുന്നത്. അതിലൂടെ നമ്മൾ ടൈം മാനേജ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വേണ്ടതാണ് ടേക്കിംഗ് ചലഞ്ചസ്. നിങ്ങൾക്ക് അറിയണം, ഇത് വലിയൊരു വൈഡർ ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയാം. ചലഞ്ചുകൾ എടുക്കണം. നമ്മുടെ ലോകത്തില് പഠനങ്ങൾ പറയുന്നത് 10% ആളുകളേ ഉള്ളൂ ചലഞ്ചുകൾ എടുക്കുന്നുള്ളൂ എന്നാ. ബാക്കി 90% ഒരു ചലഞ്ചും എടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ 10% ആളുകൾക്കാണ് വിജയം അല്ലെങ്കിൽ സക്സസ് അവർക്കാണുള്ളത്, അവർക്ക് അവകാശപ്പെട്ടതാണത്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിന് എപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ ഇരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ മനസ്സെന്താ പറയാ, വേണ്ട, അത് തോൽക്കാൻ സാധ്യതയുണ്ട്, അതിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് മറികടന്ന് ഉള്ള നമ്മുടെ ഒരു ഹാബിറ്റ്, നമ്മുടെ ആ ബ്രെയിൻ റീവയറിങ് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട്
ചലഞ്ച് നേടുക എന്നതിലുപരി ആ ചലഞ്ചിനെ ഫേസ് ചെയ്യാനുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ആണ് അല്ലെ. നമുക്ക് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫെയിലിയേഴ്സ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. ജീവിതത്തിലെ ചലഞ്ചസ് ഒരാൾക്കും മാറ്റാൻ പറ്റില്ല. നമുക്ക് എന്തേ പറ്റൂ, നമുക്ക് അത് നേരിടാനുള്ള ഒരു സ്ട്രെങ്ത് നേടുക എന്നുള്ളതാണ്. അത് നമുക്ക് ഈ ചലഞ്ചുകൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, അത് ഏറ്റെടുക്കുമ്പോൾ, അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമ്മളിലേക്ക് സ്ലോലി വരും. അതൊക്കെ നമ്മുടെ ഹാപ്പിനെസ്സിനെ കൂട്ടുന്ന കാര്യമാണ്. പിന്നെ ഇതേപോലെ എക്സസൈസുകൾ, ചെറിയ ചെറിയ എക്സസൈസ്, അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ്, അല്ലെങ്കിൽ ഇന്റൻസ് ആയിട്ടുള്ള എക്സസൈസുകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെറട്ടോണിൻ, എൻഡോമോർഫിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്, ഈ ഹാപ്പി ഹോർമോൺസുകളൊക്കെ നമ്മളെ വളരെ ഹാപ്പി ആയിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറയോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടോ? ഓക്കെ, അത് ഫീഡ്ബാക്ക് സെഷനിലായിരിക്കും അല്ലെ? ഹലോ. അപ്പോ ഈ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ റീസെന്റ് ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതെന്താ വെച്ചാല് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് നടത്തിയ ഒരു 2016 നടത്തിയ ഒരു പഠനമാണ്. അതിലെന്താ വെച്ചാല് ഈ ന്യൂറോ സയൻസ് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളിലുള്ള ആ ഇമോഷണൽ ബാലൻസിങ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഗ്രേ മാറ്ററിന്റെ ഡെൻസിറ്റി കൂടുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപാട് നാളായി മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതാണ് ആ പഠനത്തിൽ പറയുന്ന മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ ആണ് ഒരുപാട് മാറ്റങ്ങൾ ആളുകളിൽ വരുത്തുന്നത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മളൊരു യാത്ര പോവാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ വലിയൊരു ഗോളിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ കാലിക്കറ്റിക്ക് ഒരു യാത്ര ചെയ്യാണ്. അപ്പോൾ ഓൺ ദ വേ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ സ്ട്രെസ്ഡ് ആവും. എന്തെങ്കിലും ബ്ലോക്കില്, അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ വരിക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കൊരു വലിയ ഗോൾ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം, നിങ്ങളൊരു യൂറോപ്പ് ടൂർ പോവാണ്. ആ ടൂർ പോകുമ്പോൾ നിങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമേ അല്ല. അപ്പൊ ഇതിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കണെന്ന് വെച്ചാൽ, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മറ്റു ചിലർ നമ്മളെ അലിഗേഷൻസ് അല്ലെങ്കിൽ ഇതൊക്കെ പറയായിരിക്കാം. പക്ഷെ അതൊക്കെ നമുക്ക് ജസ്റ്റ് നെഗ്ലക്റ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അത് ഹാപ്പിനെസ്സിന് കാരണമാവും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവര് നമ്മൾ ചെയ്യുന്നതിന്, എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആ ഒരു സന്ദർഭത്തില് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ജസ്റ്റ് നെഗ്ലക്ട് ചെയ്യുക. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആ ഗോളായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ ആ ജേണിയിൽ നമ്മൾ ഒരിക്കലും പിന്മാറാതിരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഹാപ്പിനെസ്, നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ സെക്ഷൻ എപ്പോഴാ കഴിയാ, ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത്. അപ്പൊ എനിക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കായിരിക്കും. ഇനി ഒരു ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങൾക്ക് ഇതിന്റെ എന്തെങ്കിലും കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്ത് പറയാനും നിങ്ങൾക്ക് ഫ്രീ ആണ്. എനിക്ക് എന്ത് പറഞ്ഞാലും ഒന്നും അല്ല. നമ്മൾ എപ്പോഴും സ്റ്റേ ട്യൂൺഡ്, ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. ഓക്കെ, നമുക്ക് 6:30 വരെയാണ് ടോട്ടൽ സെഷന് ടൈം വരുന്നത്. ലാസ്റ്റ് 10 minutes ആണ് നമുക്ക് ഫീഡ്ബാക്ക് ടൈം വരുന്നത്. അപ്പൊ മാമിന് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ടോപ്പിക്ക്. 6:30 അവസാനിപ്പിക്കണം. ഓക്കെ, ഇൻക്ലൂഡിംഗ് ഫീഡ്ബാക്ക്. ഓക്കെ. Now it is I think 6:12 അല്ലേ?
ഏതാണ്ട് 6:15 ഇത് വളരെ ചെറിയ സെക്ഷനായി. കാരണം ഞാനൊരു കുറച്ച് ടെൻസ്ഡ് ആയിപ്പോയി. കാരണം ഇതിൽ കയറാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ വാക്ക് കൊടുത്തായിരുന്നു. നമ്മൾ പറഞ്ഞ വാക്ക് മാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ എണീക്കേണ്ട കാര്യത്തിലൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ രാവിലെ എന്നും 4:30 എണീക്കുന്ന ആളാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കുള്ള ആളാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ എനിക്ക് കുറച്ചൊരു ഇത് കയറാൻ പറ്റാതെ സൂം ഡൗൺലോഡഡ് ആയിരുന്നു. എന്നിട്ടും കയറാൻ പറ്റാത്തതിൽ എനിക്ക് കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ഈ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ എത്രമാത്രം സക്സസ്, ഫീഡ്ബാക്ക് മാത്രമല്ല എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഓരോരുത്തരും എത്രമാത്രം സക്സസ് ആയിട്ടുണ്ട് നമ്മുടെ ജീവിതം എന്നുള്ള ആ യാത്രയിൽ. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. മറ്റൊരാളുടെ ജോലിയല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാപ്പിനെസ് ഇസ് എ ചോയ്സ്. നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്. അപ്പോ എത്രമാത്രം ഇതില് നിങ്ങൾ സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ഒന്ന് എൻ്റെ അടുത്ത് പറയുമോ? അതെനിക്ക് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. മാജിക് മോർണിംഗ്. എന്റെ ബഷീർ മാം. ഞങ്ങള് ഈ ഗ്രൂപ്പിലെ ആൾക്കാർക്ക് മാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു റെഗുലർ. ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾ മെഡിറ്റേഷൻ അഡിക്ട്സ് ആണ്. മെഡിറ്റേഷൻ ഒരു ദിവസം മിസ്സായാല് സംതിങ് ഈസ് ലോസിങ്. അങ്ങനെ ഫോർ ദ 5 years ആയി. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഈ ക്ലാസ് ഇറലവന്റാ. 2000 ആണ്. ഞങ്ങൾ 2000 ആഘോഷിക്കാൻ പോവാണ് ഞങ്ങൾ അടുത്ത 2 ആഴ്ച കഴിഞ്ഞാല്. ആണോ? ഓഫ്ലൈൻ ആയിട്ട്. ഞങ്ങൾ കാണാത്തവരുണ്ട്. മുഖതാവ് ഡെയിലി കാണുന്നുണ്ടെങ്കിലും ഓൺലൈനിലാണ് കാണുന്നത്. മുഖതാവ്. അപ്പൊ ഞങ്ങളൊക്കെ 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കൂടാൻ പോവാ. ഈ 2000 ദിവസമായത് ആഘോഷിക്കുക. അപ്പം മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ? നമ്മള് അല്ല എങ്കിലും ഞങ്ങളൊന്നും കൂടി റിഫ്രഷ് ചെയ്തു മാം. നമ്മൾ ഈ ലൈഫിലേക്ക് എത്തിയത് ഇതുകൊണ്ടാണ് എന്നുള്ളത് ഞങ്ങളെ ഒന്നും കൂടി മാം ബോധ്യപ്പെടുത്തി. അല്ല, ഞാൻ ക്ലാസ് എടുക്കാൻ എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണത്. കാരണം 5 years ആയിട്ട് കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് മെന്റൽ സ്റ്റാമിന പറയില്ലേ. നമ്മളെല്ലാവരും ഫിസിക്കൽ സ്റ്റാമിനയാണ് പറയാറ്. പക്ഷെ മെന്റൽ സ്റ്റാമിന പറഞ്ഞാൽ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് നേടിയെടുക്കാനും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അധികം പ്രസന്റിൽ ലീവ് ചെയ്യുന്ന ആൾക്കാരാണ്. വെരി ഗുഡ്. അതെ, മാക്സിമം ഞങ്ങൾ പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണമായിരിക്കാം നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലൊക്കെ വർദ്ധിക്കാൻ കാരണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. സാർ എവിടെയാണ്? ഞാൻ കോഴിക്കോടാ. ആണോ? അപ്പൊ സാറിന്റെ ഈ ഐഡിയ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ സംസാരിക്കാൻ പറ്റിയാലും വളരെയധികം സന്തോഷം. താങ്ക് യു മാം. അല്ല, ഇതിലുള്ളവരൊക്കെ സംസാരിക്കുന്നവരാണ്. ഞാൻ ആദ്യം മുന്നിട്ട് പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും നല്ലോണം എന്നെക്കാട്ടി നല്ലോണം സംസാരിക്കുന്ന ആൾക്കാരാണ്. 5 years ആയി മെഡിറ്റേഷൻ ചെയ്യുന്ന ആള് പറഞ്ഞ അവർക്ക് ഹാപ്പിനെസ്സും ഗ്രാറ്റിറ്റ്യൂഡും മറ്റേ മൈൻഡ്ഫുൾനെസ്സും എല്ലാവർക്കും ഉണ്ടാവും. ഇമോഷണൽ റെസിലിയൻസ് അല്ലേ? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. Okay, thank you, Bashir sir. Mani sir. Yes, ma'am. Magic morning. Hello. Magic morning. Good morning. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. നമ്മളൊന്ന് പറഞ്ഞ മാതിരി റീകലക്ട് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും ഒക്കെ പറ്റി. കാരണം നമ്മൾ ഈ മെഡിറ്റേഷന്റെ കാര്യം ഇതൊക്കെ ഡെയിലി ബഷീർ സാർ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഈ പ്രസന്റ് മൂമെന്റിൽ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം പാസ്റ്റും
ഫ്യൂച്ചറും നമ്മൾ ഇതാക്കിയിട്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളൊരു പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും അതായത് സന്തോഷത്തിന്റെ ആ ലെവലിലേക്ക് എത്തുന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മാതിരി ഹാപ്പി ഹോർമോൺസ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുമുണ്ട്. നല്ലൊരു സെഷൻ തന്നെ ആയിരുന്നു അന്ന്. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ എക്സസൈസും മെഡിറ്റേഷനും അതുപോലെ തന്നെ മറ്റുള്ള റിലേഷൻഷിപ്പ്, അതൊക്കെ നമ്മളെ സ്വന്തം ആൾക്കാരുടെ കൂടി സമയം ചെലവഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പി ആകുന്നുണ്ട്. അപ്പൊ നമ്മള് മറ്റുള്ള സ്ഥലത്ത് പോകുമ്പോഴും അത് പിക്നിക്കിന് പോവുക, സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ ഹാപ്പി ആകുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമ്പോഴോ ഗിഫ്റ്റ് ലഭിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഹാപ്പി ആകുന്നുണ്ട്. അപ്പൊ ഹൗ ടു ഇംപ്രൂവ് ഹാപ്പിനെസ് എന്നുള്ള ഈ പോർഷൻ നിങ്ങൾ ഇവിടെ നിന്ന് പ്രസന്റ് ചെയ്ത് തന്നെ വലിയ കാര്യമാണ്. അതന്നെ നമുക്കൊരു ഹാപ്പിനെസ് സർ, ആയിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസ് ആരാന്നറിയില്ല. നിങ്ങൾ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തവരറിയില്ല. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചു വല്ല ബിഗിനേഴ്സ് ആവോ എന്താന്നുള്ളത്. പക്ഷെ ഇത്രയും 5 years ആയി മെഡിറ്റേഷൻ ചെയ്തവർക്ക് ഇതൊന്നും ആവശ്യമില്ല. അല്ല, ആവശ്യമുണ്ട്. ഇപ്പൊ നമുക്കത് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ അതല്ല, നമ്മൾ പ്രസന്റ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗുണമാണ് ഉണ്ടായത്. മാം പറയുന്ന കാര്യങ്ങള് നമുക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സബ്ജക്ട് തന്നെയാണ്. മാം റിഫ്രഷ് ചെയ്തു, നമ്മൾ വീണ്ടും ഓർമ്മകൾ കൊണ്ടുവന്നു. ഒരു റിപ്പീറ്റേഷൻ ആണല്ലോ നമ്മളെല്ലാം ഇതാകുന്നത്. അപ്പൊ അത് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് അത് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ താങ്ക് യു വെരി മച്ച്. നല്ല ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് മാം. നമ്മളെ കപ്പ് എപ്പോഴും കാലിയായിരിക്കും. നമുക്ക് ഡെയിലി ഇങ്ങനെ ഓരോ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ വരുമ്പോ ഈ ഇതിലേക്ക് വരുമ്പോ നമ്മളെ കപ്പ് കാലിയാക്കിയിട്ടാ വരല്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളോട് എപ്പോഴും പറയും ലിവ് ഇൻ ദ പ്രസന്റ്, ലിവ് ഇൻ ദ പ്രസന്റ്. അപ്പൊ എന്നെ കണ്ടാൽ തന്നെ അവര് പറയും ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറയും. നല്ല പ്രസന്റേഷൻ ആയിരുന്നു മാം, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ ആ ഒരു ഇത് കൂടിക്കൊണ്ടേയിരിക്കും. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. മാമിന്റെ നാട് എവിടെയാ? എന്റെ നാട് പെരിന്തൽമണ്ണ. താങ്ക് യു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു മാം. താങ്ക് യു മാം. താങ്ക് യു. പറയാനുള്ളതെല്ലാം മണിസാറും പിന്നെ ബഷീർ സാറും പറഞ്ഞു. അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് വിൻസെന്റ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പറയാനില്ല. 5 കൊല്ലം പറഞ്ഞില്ല, ഞങ്ങൾ 5 കൊല്ലമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഈ ബഷീർ സാറിന് പറഞ്ഞ ഒരു റിഫ്രഷ് കോഴ്സായിട്ട് വേണമെങ്കിൽ ഇതെടുക്കാം. 5 കൊല്ലം ഈ മെഡിറ്റേഷൻ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ അറിയുമെന്ന് പറഞ്ഞാല് വീണ്ടും ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ഒരു ബോധമില്ല. ആരും ആവില്ല, തികഞ്ഞവര് ആരും ആവാനും പോകുന്നില്ല. നമുക്ക് എപ്പോഴും അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മാഡം പറഞ്ഞപ്പോ ഈ പറഞ്ഞ ഞങ്ങൾ ഈ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് ഒക്കെ എഴുതുന്ന ആൾക്കാരാണ്. തിരിച്ചു കഴിഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, ഫോർഗീവ്നെസ് എഴുതും, അഫർമേഷൻ എഴുതും. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത് പിന്നെ കിട്ടിയത് കൊണ്ട് പിന്നെ മാഡം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഒന്നുകൂടെ സന്തോഷമായിരുന്നു. ഇപ്പൊ ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത്. മാഡത്തിന്റെ വാക്കുകളിലൂടെ ഞങ്ങളുടെ ഹാപ്പിനെസ് കൂടി എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നത് ഈ ഇതില് എന്നെക്കാൾ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് നിങ്ങളിൽ നിന്നാ കൂടുതൽ പഠിക്കേണ്ടെന്നാണ് തോന്നുന്നത്. അല്ലല്ല, അങ്ങനെയല്ല വേണം, അങ്ങനെയല്ല. ഞങ്ങൾക്ക് അറിവ് എപ്പോഴും നല്ലതാണ്. അറിവ് കിട്ടുന്നത് നല്ലതാണ്, അറിവ് ലഭിക്കുന്നത് നല്ലതാണ്, അറിവ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ മാഡം ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാണ്. ഞങ്ങളുടെ അറിവ് ഒന്നുകൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജാണ് മാഡം തന്നത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വിൻസെന്റ് സർ. ദെൻ നെക്സ്റ്റ് ആരാ സംസാരിക്കുന്നേ? മുസ്തഫ സർ. സർ മ്യൂട്ടാണ്. മുസ്തഫ സർ മ്യൂട്ടാണേ. മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാഡത്തിന്റെ പ്രസന്റ് നന്നായിട്ടുണ്ട്.
ഞാൻ ഇപ്പൊ കൂടുതലൊന്നും ഇതില് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടോപ്പിക് ആയിരുന്നു. ഇനിയും തുടർന്ന് ഇതുപോലെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം ആഗ്രഹിക്കുന്നു. നമ്മള് ഹാപ്പിനെസ് ആണ് വേണ്ടത്. ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത് കൂടുതൽ കിട്ടുന്നതോറും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് ആവശ്യക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെ, നമ്മള് മനസ്സിനെ കുറിച്ചാണ് മറക്കണത്, ബാക്കി പുറത്തുള്ള കാര്യങ്ങളാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതെ. അപ്പൊ നമ്മള് ഇത് ആഗ്രഹിച്ചു നടക്കുകയാണ്, ഇത്രയും നല്ല പോസിറ്റീവുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. അപ്പം ലൈവായിട്ട് കിട്ടുമ്പോ അത്ര വലിയ ഇതാണല്ലോ. വീണ്ടും നന്നായിട്ടുണ്ട്. ഇനിയും ഇത് പ്രതീക്ഷിക്കും. ഓക്കെ, താങ്ക് യു മുസ്തഫ സർ. ഇതിന് വേറെ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യം ക്ലിയർ ചെയ്യണമെങ്കിൽ മാം അടുത്ത് ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ദിവ്യ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ സന്തോഷത്തിനെ കുറിച്ച്. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണെങ്കിൽ കൂടിയും നമ്മൾക്ക് ഒരുപക്ഷെ നമ്മൾ എന്താ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ചില സമയത്ത് നമ്മൾ വിട്ടുപോകും. പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഇപ്പൊ എല്ലാവരും 5 years ആയിട്ട് ചെയ്യുന്നവരല്ല. ചില ആളുകൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, ചിലവർ ചിലപ്പോൾ ഒരുപക്ഷെ മിഡിൽ വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിർത്തി പോകുന്നവരുണ്ടാവാം. അപ്പൊ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പിന്നെ മോർണിംഗിൽ ഇത്രയും നല്ലൊരു ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ബി മാജിക്കിന് തന്നെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യം തന്നെ പറയണം. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് പോലും. അപ്പൊ നല്ലൊരു ക്ലാസ്സിന് മാമിന് തന്നെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. ഇനിയും ക്ലാസ്സുകൾ ഇതുപോലെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാമിന് ഡിസ്കസ് ചെയ്യാനോ പറയാനോ ഉണ്ടോ? ഇതിനെക്കുറിച്ച് ഇത്രയും ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതുപോലെ നല്ലപോലെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതായത് ഇപ്പൊ ഇവര് അത് റിഫ്രഷ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ മറ്റേ ഇത്രയും അതാ ഞാൻ ചോദിച്ചിരുന്ന ഓഡിയൻസ് ആരാണ് എന്നുള്ളത്. നമ്മളെപ്പോഴും ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഓഡിയൻസ് ആരാണ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ മറ്റേ താല്പര്യങ്ങള് ഇതൊക്കെ അറിയണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഇവര് ഔട്ട് ഓഫ് സിംപ്ലിസിറ്റി അവർ അത്രയും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അത്രയും സിമ്പിൾ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് കൂടുതലൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്ലാസ്സിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ മാത്രല്ല അവരുടെ അനുഭവം വെച്ചപ്പോ അവര് ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് അവർ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അത് വളരെ റയർ ഗ്രൂപ്പ് ഓഫ് ആളുകളേ ഉള്ളൂ. എല്ലാവരും എയ്തർ ലിവ് ഇൻ ദ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ അല്ലെ. നമ്മൾ ശരിക്കും പ്രസന്റിൽ ലിവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിങ് നടക്കുകയാണ് അത്ര. അപ്പൊ അത് മാത്രല്ല നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ആ പ്രപഞ്ച ശക്തിയായിട്ട് കണക്റ്റഡ് ആവുക നമ്മളെപ്പോഴും നമ്മൾ ഈ ലിവ് ഇൻ ദ പ്രസന്റ് ആവുമ്പോൾ അത് ഒരു പ്രയർ പോലെയാണത്. അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കണക്റ്റഡ് ആവണില്ല. നമ്മുടെ ബോഡിയിലും മനസ്സിലും ഒരുപാട് ചേഞ്ചസ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുക എനിക്ക് കൂടെ കുറെ നിങ്ങളെപ്പോലുള്ളവർ പറയണതും അത് എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ്രേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ആൾമോസ്റ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അപ്പൊ മാം വേറെ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും ബി മാജിക്കിലോട്ട് തന്നെ വരണം. ഒരുപാട് സെഷൻസ്. ഓക്കെ, താങ്ക് യു. അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടു ഓൾ. ഓക്കെ, താങ്ക് യു ഗീത. Geeta ma'am, thank you. താങ്ക് യു.
ബൈ. താങ്ക് യു Thank ഗീത you, മാം. ma'am. താങ്ക് Thank യു you so ഓൾ. much. താങ്ക് യു മാം.